പരിശുദ്ധമായ വലിയ പെരുന്നാൾ ദിവസത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ അമൽ, വലിയ പെരുന്നാൾ ദിവസത്തിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ അത് ഉളഹിയ്യത്ത് കർമ്മമാണ്. ഉളഹിയ്യത്ത് കർമ്മത്തിനു വേണ്ടി നമ്മൾ എല്ലാവരും തയ്യാറാകണം. സമ്പന്നരായ ആളുകൾക്ക് മാത്രമല്ല ഉളഹിയ്യത്തുള്ളത്. ഉളഹിയ്യത്തിനുള്ള മൃഗങ്ങളെ കണ്ടെത്തണം. ഉളഹിയ്യത്തിൽ നമുക്കൊരെണ്ണത്തിന് വാങ്ങാൻ കഴിയില്ലെങ്കിൽ ഒരു ഷെയറെങ്കിലും കൂടാൻ കഴിയും. 7000 രൂപയോ 8000 രൂപയോ 11000 രൂപയോ ഒക്കെ കൊടുത്താൽ ഷെയറായി കൃത്യമായി 7 ആളുകൾ ചേർന്ന് അതിന്റെ നിയമങ്ങളും നിബന്ധനകളും ഒക്കെ ഒപ്പിച്ചുകൊണ്ട് നമുക്കതിൽ പങ്കുചേരാൻ കഴിയും. ഉളഹിയ്യത്ത് എന്ന കർമ്മം ഹനഫി മദ്ഹബിൽ വാജിബാണ്, ഷാഫിഈ മദ്ഹബിൽ മുഅക്കദായ സുന്നത്താണ്. കഴിവുണ്ടായിട്ട് ഉളഹിയ്യത്ത് നിർവഹിക്കാത്തവൻ എന്റെ നിസ്കാരപ്പായയിലേക്ക് വരല്ല, മുസല്ലയിലേക്ക് വരല്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരൊറ്റ വാക്കുമതി അതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും പലതരത്തിലുള്ള ആഘോഷങ്ങൾ സംഘടിപ്പിക്കും. മക്കളുടെ ബർത്ത്ഡേ സംഘടിപ്പിക്കുന്ന ആളുകളുണ്ട്, അതുപോലെ വിവാഹ വാർഷികങ്ങൾ സംഘടിപ്പിക്കുന്ന ആളുകളുണ്ട്. പലതരത്തിലുള്ള ചെലവുകൾ, തൊട്ടാൽ ചെലവാണ്, ചെറുപ്പക്കാർക്കൊക്കെ അറിയാം. പുതിയ വണ്ടി വാങ്ങിയാൽ ചെലവ്, ചെരുപ്പ് വാങ്ങിയാൽ ചെലവ്, ഡ്രസ്സ് വാങ്ങിയാൽ ചെലവ്, എല്ലാത്തിനും ചെലവാണ്. ചെലവ് കൊടുക്കാൻ വേണ്ടിയിട്ട് എത്രയോ പൈസ നമ്മൾ ചെലവഴിക്കാറുണ്ട്, കൂട്ടുകാർക്ക് ട്രീറ്റ് കൊടുക്കാൻ. ഇങ്ങനെ തുടങ്ങി നമ്മുടെ ജീവിതത്തിൽ തന്നെ പ്രാധാന്യമില്ലാത്തതിന് പലതിനും നാം മുൻതൂക്കം കൊടുക്കും. പക്ഷേ ഉളഹിയ്യത്ത് പോലെയുള്ള മുഅക്കദായ സുന്നത്തുകൾ പലപ്പോഴും മറന്നുപോകും. പല മഹല്ലുകളും അങ്ങനെയാണ്, പല നാടുകളും അങ്ങനെയാണ്. പലതരത്തിലുള്ള ആഘോഷങ്ങൾ അവർ സംഘടിപ്പിക്കുമെങ്കിലും മുഅക്കദായ സുന്നത്തായ ഉളഹിയ്യത്തിനെ മറന്നു പോകാറുണ്ട്. ഉളഹിയ്യത്തിനെ മറന്നു പോകരുത്. ഉളഹിയ്യത്ത് സംഘടിതമായി കഴിയുമെങ്കിൽ അങ്ങനെ, ഒറ്റയ്ക്കാണ് കഴിയുന്നതെങ്കിൽ അങ്ങനെ നമ്മെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ പരമാവധി അതിലേക്ക് പരിശ്രമിക്കുകയും, പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഉളഹിയ്യത്ത് എന്ന കർമ്മം നിർവഹിക്കുക. അതിലൂടെ കിട്ടുന്ന പുണ്യം എത്ര വലുതാണ്. അതിന്റെ രക്തം ഭൂമിയിൽ പതിക്കുമ്പോഴേക്ക് ആരാണോ ആ ബലികർമ്മം നിർവഹിച്ചയാൾ, അയാളുടെ മുഴുവൻ പാപങ്ങളും പൊറുക്കപ്പെടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഉളഹിയ്യത്തിന് വേണ്ടി എല്ലാവരും ആത്മാർത്ഥമായി ഇടപെടണം. ചെയ്യുന്നതൊരു അമലാണ് എന്ന ഓർമ്മയിൽ ഇതൊരു ഇബാദത്താണ്, ഇതിൽ എനിക്ക് കൂലി കിട്ടാനുള്ളതാണ്. അള്ളാഹു എനിക്ക് കൂലി തരണമെങ്കിൽ ഞാൻ അതിന്റെ പവിത്രത കാത്തു സൂക്ഷിച്ചുകൊണ്ട് ചെയ്താലേ അള്ളാഹു എനിക്ക് കൂലി തരൂ. അള്ളാഹു എനിക്കതിന്റെ കൂലി തരണമെങ്കിൽ അള്ളാഹു പറഞ്ഞതുപോലെയാണല്ലോ അത് ചെയ്യേണ്ടത്. വലിയ ഒരു വിധേയത്വമാണ് നമ്മൾ അതിലൂടെ കാണിക്കുന്നത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ബലി കൊടുക്കുന്നതിലൂടെ നാം വലിയൊരു ത്യാഗമാണ് നിർവഹിക്കുന്നത്. അള്ളാഹു അത് കബൂൽ ചെയ്യുമാറാകട്ടെ. അതിന്റെ പ്രതിഫലം പറഞ്ഞാൽ തീരുകയില്ല. ഈ വാഹനം നാളെ നമുക്ക് മഹ്ശറയിൽ ഉപകാരപ്പെടേണ്ടതാണ്, സിറാത്തിന്റെ മേലെ ഉപകാരപ്പെടേണ്ടതാണ്. ഈ ചിന്തയൊക്കെ